ഹലോ എവരിവൺ. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാദിഖ്. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആൽക്കീൻ A contains 3 carbon-carbon single bond, 8 carbon hydrogen sigma bond, and 1 carbon-carbon pi bond. A on ozonolysis gives 2 moles of an aldehyde of molar mass 44U. Write the IUPAC name of A. അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് ഒരു ആൽക്കീൻ ആണ്, അതിനകത്ത് 3 കാർബൺ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 4 കാർബൺ ആറ്റംസ് മൊത്തം ഉണ്ടല്ലേ, 4 കാർബൺ ആറ്റംസ് ഉണ്ട്, 8 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്നും പറയുന്നു. അപ്പൊ എന്താണ് C4H8 ആണ് ഫോർമുല. നമുക്ക് എഴുതാം. ഒരു കാർബൺ പൈ ബോണ്ട് അല്ലേ. C4H8ഉം ഒരു കാർബൺ പൈ ബോണ്ട് ഉണ്ടെങ്കിൽ എന്താണ് അത് ബ്യൂട്ടൈന്റെ ഫോർമുലയാണ് അല്ലേ. CnH2n ബ്യൂട്ടീന്റെ ഫോർമുലയാണ്. ബ്യൂട്ടീന്റെ ഫോർമുലയാണ്. പറയുന്നു ആ കാർബൺ എന്താണ് ഈ ആൽക്കീനെ ഓസോൺസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൽഡിഹൈഡിന്റെ മോളാർ മാസ് 44U ആണ്. അത് രണ്ടും എന്താണ് ഒരേ ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ് അല്ലേ, രണ്ടിനും ഒരേ മാസാണ്. 2 മോൾസ് ഓഫ് ആൽഡിഹൈഡ്. ഓസോണിസ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ അതിനകത്ത് എന്താ ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആയിരിക്കണം നമ്മൾ ഓസോണിസ് ചെയ്തത് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കോമ്പൗണ്ട് മിക്കവാറും എന്താ വേണം, ബ്യൂട്ടി 2 ആവണം അല്ലേ. CH ഡബിൾ ബോണ്ട് CH. ഇപ്പൊ ഇവിടെ നമുക്ക് 3 കാർബൺ സിഗ്മ ബോണ്ടും 8 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു കാർബൺ പൈ ബോണ്ട് ഉണ്ട്. ഇതിന് ഓസോണിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 2 മോൾസ് ഓഫ് CH3CHOH അല്ലേ. CH3CHOയുടെ മോളാർ മാസ് എന്താ, 2 കാർബൺ 4 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ മാസ് എന്ത് വരും, കാർബൺ മാസ് 12 അല്ലേ. ഇപ്പൊ 2 ഉള്ളപ്പം 24, 4 ഹൈഡ്രജൻ്റെത് 4, ഒരു ഓക്സിജൻ്റെത് 16. ഇതെല്ലാം കൂടെ കൂട്ടി എത്ര വരും, അവിടെ കൂട്ടിയാൽ നമുക്ക് 44 തന്നെ. അപ്പം ഓസോണിസ് വഴി നമ്മൾ ആൽഡിഹൈഡിനും രണ്ടും ഒരേ ആൽഡിഹൈഡ് അല്ലേ, കിട്ടിയ ആൽഡിഹൈഡ് എന്തായിരിക്കും, എത്തനാലാണ് അല്ലേ. ഇപ്പം ബ്യൂട്ടി 2 ഓസോണിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്തനാലാണ്. വരച്ച് കാണിക്കാനാണെങ്കിൽ CH3CH ഇതിനെ നമ്മൾ എന്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു, O3 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CH3CH ഇതാണ് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ്. ഇതിന് നമ്മൾ സിങ്ക് പ്ലസ് വാട്ടർ വെച്ച് റിയാക്ട് ചെയ്താൽ നമുക്ക് 2 മോളം CH3CH. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 9.7 Propanol and pentane 3-on are the ozonolysis products of an alkene. What is the structural formula of the alkene? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓസോണോളിസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ, നമ്മൾ കാർബണൈൽ പാർട്ട് അടുത്തടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ രണ്ടിന്റെയും കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ രണ്ടിന്റെയും സ്ട്രക്ചർ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ആ ഡബിൾ ബോണ്ട് രണ്ടിന്റെയും മാറ്റി അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കും അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് തന്നേക്കുന്ന സ്ട്രക്ചർ പ്രൊപ്പനാലാണ്. പ്രൊപ്പനാൽ നമുക്ക് ആദ്യം വരയ്ക്കാം. CH3CH2 CH ഡബിൾ ബോണ്ട് O ഇല്ലേ, ഇങ്ങനെ വരയ്ക്കും. പ്രൊപ്പനാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ പെന്റാൻ 3-on അത് നമുക്ക് ഇവിടെ വരയ്ക്കാം. പെന്റാൻ 3-on ആവുകൊണ്ട് ഡബിൾ ബോണ്ട് CH2 CH3 CH2 CH. ഇതാണ് പെന്റാൻ 3-on. പെന്റാൻ 3-on-ഉം പ്രൊപ്പനാൽ ഇത് രണ്ടും കൂടെ നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് ഇത് ഓസോണിസ് ചെയ്തപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഡബിൾ ബോണ്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്, രണ്ടിനും കൂടെ ജോയിൻ ചെയ്തവരെ ഡബിൾ ബോണ്ട് ആക്കും. അപ്പൊ പ്രൊഡക്റ്റ് എന്ത് വരും, അതങ്ങ് മായ്ച്ചിട്ട് നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കാനാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആൽക്കീൻ. ഇതിനെ ഓസോണിസ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് ഈ 2 പ്രൊഡക്ട്സ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതണം, നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആ ബ്രാഞ്ചും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 1 2 3 4 5 6. ഇതിന്റെ പേരെന്താ വരിക, ഈതൈൽ ഹെക്സ്
3 അല്ലേ? 3 ഇഥൈൽ ഹെക്സ് 3 ഇതാണ് ഈ ആൽക്കീന്റെ ഓസോൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഥനാലും പെന്റാൻ 3 ആണ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 9.8 റൈറ്റ് കെമിക്കൽ ഇക്വേഷൻസ് ഫോർ കമ്പഷൻ റിയാക്ഷൻ ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോകാർബൺസ്. 4 ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. അവരുടെ കമ്പഷന്റെ കെമിക്കൽ കമ്പഷൻ റിയാക്ഷൻ ഏതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ബ്യൂട്ടൈന്റെ കമ്പഷൻ, അത് നിങ്ങൾക്ക് ബ്യൂട്ടൈൻ ആണ്. അപ്പൊ ബ്യൂട്ടൈന്റെ ഫോർമുല എന്താണ്? C4H10 ആണ്. ഇപ്പൊ C4H10 നമുക്ക് കമ്പഷൻ എന്താ കിട്ടുക? അറിയാം, എല്ലാ ഹൈഡ്രോകാർബൺ കമ്പഷൻ CO2 H2 കിട്ടണം. അപ്പൊ എന്താണ് പിന്നെ ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 8 CO2 10 H2O 2 C4. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഫോർമുല. ഓക്കെ, രണ്ടാമത് തന്നേക്കുന്നത് പെൻറ്റീൻ ആണ്. പെൻറ്റീൻ ആയതുകൊണ്ട് ഫോർമുല CnH2n ആണ് വരുന്നത്. അപ്പം C5H10 വരും. C5H10 എന്നുള്ളത് ഓക്സിജൻ വെച്ച് കമ്പഷൻ നടക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CO2 H2 തന്നെ ബാലൻസ് ചെയ്യുമ്പോൾ 2 C5H10 15 O2 റിയാക്ട് ചെയ്ത് നമുക്ക് 10 CO2 10 വാട്ടർ. ഓക്കെ, അടുത്ത ഹെക്സൈന്റെ കമ്പഷൻ. CnH2n -2 കൊടുക്കണം. അപ്പം C6H10 വരും. അതിൽ നമ്മൾ O2 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? CO2 പ്ലസ് H2O തന്നെ. ഈ ബാലൻസ് ചെയ്യുമ്പോൾ 2 C6H10 17 O2 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 CO2 10 H2O കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത തന്നേക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? നാലാമത് തന്നേക്കുന്നത് ടൊളുവീൻ. ടൊളുവീൻ എന്ന് പറയുമ്പോൾ C6H5CH3 അല്ലേ? C6H5CH3. ഇതിന് നമ്മൾ O2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CO2 H2O കിട്ടും. ബാലൻസ് ചെയ്യുമ്പോൾ ടൊളുവീൻ 9 O2 റിയാക്ട് ചെയ്ത് നമുക്ക് 7 CO2 4 H2. എല്ലാത്തിനെയും കമ്പഷൻ റിയാക്ഷൻ ബാലൻസ് ചെയ്യുകയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9.9 draw the cis and trans structures of Hex2E. Which isomer will have the higher boiling point and why? അപ്പോൾ അവിടെ നിന്നാണ് Hex2ന്റെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും വരയ്ക്കാൻ പറഞ്ഞു. ഏതിനാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് Hex2E-നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യം Hex2E വരയ്ക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 CH3. അപ്പൊ ആദ്യം നമുക്ക് സിസ് ഐസോമർ വരയ്ക്കാം. സിസ് ഐസോമർ എങ്ങനെ വരിക? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആദ്യം വരയ്ക്കാം. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വരയ്ക്കാം. ഇവിടെ ഹൈഡ്രജൻ CTH, 2 ഹൈഡ്രജന് നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവന്നു. ഓക്കെ, ഈ ട്രാൻസ് ഐസോമർ എങ്ങനെ ആയിരിക്കും? ഇവിടെ ഒരു ഹൈഡ്രജന്റെ കുറവുണ്ട്, സോറി, ഒരു കാർബണിന്റെ കുറവുണ്ട്. ഇവിടെ CH2O CH3 6 കാർബൺ ആയിട്ട് നമ്മൾ 5 വരച്ചിട്ടുള്ളൂ. ഇവിടെ ഈ 3H7 ബാക്കി അല്ലേ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ട്രാൻസ് ഐസോമർ വരയ്ക്കുകയാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആദ്യം വരയ്ക്കുക. ഒരു സൈഡിൽ CH3, ഇവിടെ H വരയ്ക്കുക. മറ്റേ സൈഡിൽ നമുക്ക് H ഓപ്പോസിറ്റ് വരയ്ക്കണം അല്ലേ? ഇവിടെ H വരയ്ക്കുക, ഇവിടെ C3H7. ഇപ്പൊ ട്രാൻസ് ഐസോമറുമായി സിസ് ഐസോമറുമായി ഇവിടെ നോക്കാം. നമുക്ക് സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും രണ്ടാമത്തെ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഐസോമർ വിൽ ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഏത് ഐസോമറാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്ന ഒരു പോളർ സോൾവെന്റ് ആണ് അല്ലെ? അപ്പൊ വാട്ടർ പോളർ സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ ഏത് കോമ്പൗണ്ട് ആണ് കൂടുതൽ പോളർ അവരായിരിക്കും അതിനകത്ത് കൂടുതൽ സോളിബിൾ. അതാണ് ഇവിടുത്തെ തിയറി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നമുക്കറിയാം ജനറലി മിഡൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുന്ന കേസിൽ സിസ് ഐസോമർ ആണ് ട്രാൻസ് ഐസോമറിനേക്കാൾ കൂടുതൽ പോളാർ ഇല്ലേ? അപ്പൊ അങ്ങനത്തെ കേസിൽ ഇവിടുത്തെ റിസൾട്ടൻ പോളാരിറ്റി കൂടുതൽ വരുന്നത് സിസ് ഐസോമറിലായിരിക്കും. സിസ് ഐസോമർ ആണ് എന്ത് കൂടുതൽ പോളാർ ആവും അല്ലേ? ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ വരും, ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ വരും, റിസൾട്ടൻ ഡൈപോൾ മൊമെന്റ് താഴോട്ട് വരും.
ഇവിടെ ഡൈപോൾ മൊമെന്റ് തമ്മിൽ കുറച്ച് ക്യാൻസൽ ആവും, എന്നാലും ഒരു റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് അവിടെ കാണും. ആ റിസൾട്ടന്റ് ഡൈപോൾ അവിടെ ഉണ്ടെങ്കിലും പൊളാരിറ്റി കൂടുതലുള്ളത് നമുക്ക് സിസ് ഐസോമറിലായിരിക്കും. സിസ് ഐസോമർ കൂടുതൽ പൊളാരിറ്റി ഉള്ളതുകൊണ്ട് അതായിരിക്കും വാട്ടറിൽ കൂടുതൽ സോലബിൾ, മാത്രമല്ല ഹയർ ഡൈപോൾ ഇന്ററാക്ഷൻ വരും. പോളാർ സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ പൊളാരിറ്റി കൂടിയതുകൊണ്ട് ആ ഡൈപോൾ ഇന്ററാക്ഷൻ വരുന്നതുകൊണ്ട് അവിടെ ആയിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ സിസ് ഐസോമറിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അതിന് കാരണം എന്ന് പറയുന്നത് പൊളാരിറ്റി കൂടുതൽ ഇവിടെയാണ്, ഡൈപോൾ കൂടുതൽ സിസ് ഐസോമറിനാണ്. ഇപ്പൊ വാട്ടറും പോളാർ സോൾവെന്റ് ആണ്. ഇപ്പൊ ഡൈപോൾ ഇന്ററാക്ഷൻ കൂടുതൽ ഉണ്ടാവുക സിസ് ഐസോമറിനാണ്. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് അവിടെ ആയിരിക്കും കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Why is benzene extraordinarily stable though it contains 3 double bonds? ഇപ്പൊ 3 double bonds ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബെൻസീൻ ഭയങ്കര സ്റ്റേബിൾ ആവുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ബെൻസീൻ 3 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം ബെൻസീനിൽ റെസൊണൻസ് ഒരുപാടുണ്ട് അല്ലേ. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ ബെൻസീനിൽ 2 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അല്ലേ, ഇങ്ങനെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരുടെ റെസൊണൻസ് ഹൈബ്രിഡ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇല്ലേ, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പം ബെൻസീന് 3 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും ആ പൈ ഇലക്ട്രോൺസ് എന്താണ് റിങ്ങിന് ഫുള്ള് ഡീലോക്കലൈസ് ചെയ്ത് നടക്കുകയാണ് ഇല്ലേ. ഡീലോക്കലൈസ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് തന്നെ റിങ്ങിലുള്ള പൈ ഇലക്ട്രോൺസ് ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ലോക്കലൈസ് ചെയ്ത് നിൽക്കുന്നില്ല, ഡീലോക്കലൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ഈ ബെൻസീന്റെ ഈ 3 ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഈ പൈ ഇലക്ട്രോൺസ് അങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ബെൻസീന്റെ സ്ട്രക്ചർ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാണ് ബെൻസീന്റെ എക്സ്ട്രോർഡിനറി സ്റ്റെബിലിറ്റിക്ക് കാരണം. ഓക്കെ, അപ്പൊ സാധാരണ ആൽക്കീനിൽ പൈ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെങ്കിൽ അത് റെഡിലി അറ്റാക്ക് ചെയ്യപ്പെടും അല്ലേ. പക്ഷെ ഇവിടെ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഇങ്ങനെ റിങ്ങിൽ മൊത്തമായിട്ട് കറങ്ങി നടക്കുന്നതുകൊണ്ട് ബെൻസീൻ സ്റ്റെബിലിറ്റി കൂടുതൽ കാണിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9.11. വാട്ട് ആർ ദി നെസസറി കണ്ടീഷൻസ് ഫോർ എ സിസ്റ്റം ടു ബി അരോമാറ്റിക്? ഒരു സിസ്റ്റം അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് വേണ്ട കണ്ടീഷൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു സിസ്റ്റം അരോമാറ്റിക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് ആ മോളിക്യൂള് പ്ലേനാർ മോളിക്യൂൾ ആണ്, സൈക്ലിക് ആവണം അല്ലേ. ഇപ്പൊ ക്ലോസ് റിംഗ് സ്ട്രക്ചർ ആവണം, ആ റിംഗ് ഒരു പ്ലേനാർ മോളിക്യൂൾ ആണ്, ഒരു പ്ലെയിനിൽ കിടക്കുന്ന മോളിക്യൂൾ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അവിടെ ഉള്ള പൈ ഇലക്ട്രോൺസ് എന്ത് വേണം? അടുത്ത പൈ ഇലക്ട്രോൺസ് റിങ്ങിനുള്ളിൽ കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ് ചെയ്ത് നടക്കണം അല്ലേ, ഡീലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അവിടെ റിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ 4n+2 ഇലക്ട്രോൺസ് വേണം ഇല്ലേ. ഈ 4n+2 ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവണം. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചത്? ഇതിനാണ് നമ്മൾ ഹക്കൽസ് റൂൾ എന്ന് വിളിച്ചത്. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ് ഒരു കോമ്പൗണ്ട് നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു സിസ്റ്റം ആരോമാറ്റിക് ആവാൻ വേണ്ടിയുള്ള കണ്ടീഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ ദി ഫോളോയിങ് സിസ്റ്റംസ് ആർ നോട്ട് ആരോമാറ്റിക്. തന്നേക്കുന്ന ഓരോ കോമ്പൗണ്ട് എന്തുകൊണ്ട് ആരോമാറ്റിക് അല്ല എന്ന് പറയാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നേക്കുന്ന കോമ്പൗണ്ട് ഇത് നമുക്ക് ആദ്യം തന്നേക്കുന്ന കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഇവിടെ എത്ര 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ 4n+2 റൂള് ഒബേ ചെയ്യുന്നുണ്ട്, ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. n1 വരുമ്പോൾ 6 കിട്ടും അല്ലേ. പിന്നെ എന്താണ് ഇപ്പൊ ഇത് ആരോമാറ്റിക് ആണോ അല്ലയോ? ആരോമാറ്റിക് അല്ല, അതിനുള്ള കാരണമാണ് പറഞ്ഞത് ചോദിച്ചേക്കാം. അപ്പൊ എന്താണ് നോക്കുക, നമുക്ക് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഈ എൻഡിലുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ് ഉള്ള കാർബൺ അല്ലേ, ഡബിൾ ബോണ്ട് ഇല്ല, സാച്ചുറേറ്റഡ് കാർബൺ ആണ്, സാച്ചുറേറ്റഡ് കാർബൺ ആണ് അല്ലേ. sp3 ഹൈബ്രിഡൈസ് ആയതുകൊണ്ട് നമുക്കറിയാം sp3 ഹൈബ്രിഡൈസ് കാർബൺ എന്താണ് ഒരു പ്ലെയിനാർ കാർബൺ അല്ല അല്ലേ. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയതുകൊണ്ട് ഹൈഡ്രജൻ നല്ല ഒരു പ്ലെയിനിൽ നിൽക്കുന്നതല്ല. അപ്പൊ നമുക്ക് ആരോമാറ്റിക് ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് പ്ലെയിനാർ മോളിക്യൂൾ ആണല്ലോ, ഒരു പ്ലെയിനിലാണ് എല്ലാം കിടക്കുന്നത്. പക്ഷെ sp3 ഹൈബ്രിഡൈസ് കാർബൺ വന്നുകൊണ്ട് എന്തേ ഇത് പ്ലെയിനാർ അല്ല.
പ്ലെയിനാർ അല്ലാത്തതുകൊണ്ടെന്താണ് ഇത് നമ്മുടെ ആരോമാറ്റിക് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ. ഈ രണ്ടാമത്തെ മോളിക്യൂൾ നോക്കുന്നതാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന എന്താണ്? ഇത് എന്തുകൊണ്ട് ആരോമാറ്റിക് അല്ല? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഇവിടെ ഇല്ല. ഒന്നാമത്തെ കാരണം ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ് കാർബൺ ഉണ്ട്, ഇല്ലേ? sp3 ഹൈബ്രിഡൈസ് കാർബൺ പ്ലെയിൻ ഉള്ളതല്ല. പിന്നെ ഇവിടെ ഇലക്ട്രോൺസ് മൊത്തത്തിലുണ്ട്. പൈ ഇലക്ട്രോൺസ് മൊത്തത്തിൽ ഇത്ര എണ്ണം ഉണ്ട്, 4 എണ്ണേ ഉള്ളൂ. 4 എണ്ണം എന്ന് പറയുന്നത് 4n+2 ഒബേ ചെയ്യുന്നില്ല, അല്ലേ? 4n+2 ഒബേ ചെയ്യുന്ന എണ്ണമല്ല ഈ 4 എന്ന് പറയുന്നത്. അപ്പം ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്നില്ല, നമ്മുടെ മോളിക്യൂൾ പ്ലെയിനാറും അല്ല. അതുകൊണ്ട് ഈ മോളിക്യൂൾ എന്താണ്? ആരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത മൂന്നാമത്തെ നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് ഇവിടെ എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇപ്പൊ പ്ലെയിനാർ ആവാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? പക്ഷേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? പൈ ഇലക്ട്രോൺസ് ഇവിടെ മൊത്തത്തിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, ഇല്ലേ? 8 ഇലക്ട്രോൺസ് എന്താണ്? 4n+2 ഫോളോ ചെയ്യുന്നുണ്ടോ? 4n+2 6 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ n2 കൊടുത്താൽ നമുക്ക് 10 ഇലക്ട്രോൺസ് ആണ് കിട്ടുന്നത്. അപ്പൊ 6ഉം അല്ല 10ഉം അല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന 8ആണ്. ഹക്കിൾസ് റൂൾ ഫോളോ ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. ബാക്കിയെല്ലാം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഹക്കിൾസ് റൂൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താണ്? ആരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഇൻറ്റു, ഓക്കെ, ബെൻസീൻ നമുക്ക് ഓരോ കോമ്പൗണ്ട് ആയിട്ട് മാറ്റണം. ആദ്യം തന്നിരിക്കുന്നത് പാരനൈട്രോ ബ്രോമോ ബെൻസീൻ, മെറ്റാ നൈട്രോ ക്ലോറോ ബെൻസീൻ, പാരനൈട്രോ ടൊളുവീൻ, അസറ്റോഫൈൻ ആണ്. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ബെൻസീൻ എന്താക്കി മാറ്റണം? പാരനൈട്രോ ബ്രോമോ ബെൻസീൻ ആക്കണം. പാരനൈട്രോ ബ്രോമോ ബെൻസീൻ, പാര പ്ലസ് നൈട്രോ ഗ്രൂപ്പുള്ള ബ്രോമോ ബെൻസീൻ ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് ബെൻസീനെ ആദ്യം ബ്രോമോ ബെൻസീനിലേക്ക് മാറ്റണം. ബെൻസീൻ നമ്മുടെ കയ്യിലുണ്ട്, C6H6. ഇത് നമ്മൾ ബ്രോമോ ബെൻസീൻ എങ്ങനെ ആക്കും? ഇല്ലേ, Br2 ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് FeBr2. ഇല്ലേ, ഹാലോജനേഷൻ നടത്തുന്നു. അപ്പൊ നമുക്കിവിടെ ബ്രോമോ ബെൻസീൻ കിട്ടും. ഈ ബ്രോമോ ബെൻസീൻ നമ്മൾ ഇനി നൈട്രോ ബെൻസീൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രേഷൻ നടത്താം. നൈട്രേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് HNO3 ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പൊ നമുക്ക് 2 ഐസോമർ കിട്ടും. എന്ത്? ഓർത്തോ ഐസോമറും പാര ഐസോമറും. അല്ലെ? ഇനി ഇവർ രണ്ടുപേരും എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് പാരനൈട്രോ ബ്രോമോ ബെൻസീനെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഇവരെ എന്താണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ബെൻസീനെ നമുക്ക് മെറ്റാ നൈട്രോ ക്ലോറോ ബെൻസീനാണ്. മെറ്റാ നൈട്രോ ക്ലോറോ ബെൻസീൻ. അപ്പൊ നമുക്കറിയാം മെറ്റാ പൊസിഷനിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് റിങ്ങിൽ ഓൾറെഡി ഒരു റിംഗ് ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വേണം, അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ രണ്ടും നോക്കിയാൽ നൈട്രോ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബെൻസീനെ നൈട്രോ ബെൻസീൻ ആക്കി മാറ്റിയാൽ ക്ലോറിനേഷൻ നടത്തിയാൽ ക്ലോറിൻ പോയി മെറ്റാ പൊസിഷനിൽ കയറിക്കോളും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ബെൻസീനെ നൈട്രോ ബെൻസീൻ ആക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നൈട്രേഷൻ നടത്തുക. കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് H2SO4. നേരത്തെ നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടും. നൈട്രോ ബെൻസീനെ നമ്മൾ ഡയറക്ട്ലി ക്ലോറിനേഷൻ നടത്താം. ഇങ്ങനെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ നമ്മൾ Cl2 ആഡ് ചെയ്യും.
അപ്പൊ നമുക്ക് മെറ്റാനൈട്രോ ക്ലോറോ ബെൻസീൻ ആയിരിക്കും കിട്ടും. ഓക്കെ. അപ്പൊ മൂന്നാമത്തേത് നമ്മൾ ബെൻസീൻ എന്താക്കണം? പാരാനൈട്രോ ടൊളുവീൻ ആക്കണം. പാരാനൈട്രോ ടൊളുവീൻ ആക്കണം. അപ്പൊ ആദ്യം നമ്മൾ ടൊളുവീൻ ഉണ്ടാക്കിയാൽ നമുക്കറിയാം, ടൊളുവീൻ ആക്കിയാലും നമുക്ക് പിന്നെ നൈട്രേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഓർത്തോയും പാരയായിരിക്കും അല്ലേ? അത് പിന്നെ നമുക്ക് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യും. ആദ്യം നമ്മൾ ബെൻസീനെ ടൊളുവീൻ ആക്കും. അപ്പൊ ടൊളുവീൻ ആക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുമ്പോൾ റിയാക്ഷൻ ഏതാണ്? പിൽക്രാഫ്റ്റ് ആൽക്കലേഷൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ബെൻസീൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പൊ നമുക്ക് ടൊളുവീൻ കിട്ടും അല്ലേ? ടൊളുവീൻ പ്ലസ് HCl കിട്ടും ബൈ പ്രൊഡക്റ്റ്. ഈ ടൊളുവീനെ നമ്മൾ എന്ത് ചെയ്യും? ടൊളുവീനെ നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ ഓർത്തോ പാര രണ്ട് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും അല്ലേ? കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 അറ്റ് 323 to 333 കെൽവിൻ നമ്മൾ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് പാരയും ഓർത്തോയും രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. CH3NO2 പാരനൈട്രോ ടൊളുവീനും ഓർത്തോനൈട്രോ ടൊളുവീനും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇവരെയും ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതിനടുത്ത് മാറ്റാം. ഓക്കെ. നാലാമത് നമുക്ക് തന്നേക്കുന്ന അസറ്റോഫിനോൺ. അസറ്റോഫിനോണാക്കി നമുക്ക് മാറ്റാം. ഇല്ല, അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ COCH3 ഗ്രൂപ്പ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന റിയാക്ഷൻ എന്താണ്? പിൽക്രാഫ്റ്റ് അസൈലേഷൻ നടത്താം അല്ലേ? പിൽക്രാഫ്റ്റ് അസൈലേഷൻ നടത്തണമെങ്കിൽ ബെൻസീനെ നമ്മൾ CH3COCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അസറ്റോഫിനോൺ പ്രൊഡക്റ്റ് ആയിട്ട്. ഇതിന്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HCl. ഓക്കെ, ഇത്രയേ ഉള്ളൂ അസറ്റോഫിനോൺ ആക്കുള്ള സിമ്പിൾ വൺ സ്റ്റെപ്പ് പ്രോസസ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. 14th question. In the alkane CH3CH2P CH3 twice CH2CH CH3 twice, identify primary, secondary and tertiary carbon atoms. 1, 2, 3 അല്ല, primary, secondary, tertiary ആണ് ക്വസ്റ്റ്യനിൽ. And give the number of hydrogen atoms at bonded to each one of these. ഇതിനകത്ത് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. CH3 ഉണ്ട്, CH2, C, അതിന്റെ കൂടെ രണ്ട് CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. CH2, CH, CH3, CH. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എത്ര പ്രൈമറി, എത്ര സെക്കൻഡറി ആൻഡ് ടെറിഷറി കാർബൺ ആറ്റംസ് ഉണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ കാർബൺ ആറ്റം എന്താണ്? ഒറ്റ കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതെന്താണ്? അതൊരു പ്രൈമറി കാർബൺ ആണ്. രണ്ടാമത്തത് രണ്ട് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് സെക്കൻഡറി ആണ്. ഇവിടെ 4 ആയിട്ടുണ്ട്. അപ്പൊ അത് ക്വട്ടേണറി കാർബൺ ആണ്. ഇത് സെക്കൻഡറി കാർബൺ, ഇത് ടെറിഷറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്. ഇതും പ്രൈമറി കാർബൺ, ഇതും പ്രൈമറി കാർബൺ, ഇതും പ്രൈമറി കാർബൺ. ഇപ്പൊ എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഒരു കാർബണായിട്ടാണ് വേറെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൈമറി, 2 പേരായിട്ടാണെങ്കിൽ സെക്കൻഡറി, 3 പേരാണെങ്കിൽ ടെറിഷറി, 4 പേരാണ് ക്വട്ടേണറി. അപ്പം നമുക്ക് എല്ലാത്തിനും നമ്മൾ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ വേറെ പറഞ്ഞേക്കുന്നത് ഓരോന്നിലും എത്ര ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെയും 3 എണ്ണം, ഇവിടെ ഒന്നുമില്ല 0, ഇവിടെ 3, ഇവിടെയും 2, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 3. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ടോപ്പിൽ എഴുതിയേക്കുന്നതാണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് എഫക്ട് ഡസ് ബ്രാഞ്ചിങ് ഓഫ് എൻ ആൽക്കൈൻ ചെയിൻ ഹാസ് ഓൺ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? അപ്പൊ ഒരു ആൽക്കൈനിൽ ബ്രാഞ്ചിങ് വരുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ബോയിലിംഗ് പോയിന്റ് കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താണ്? നമ്പർ ഓഫ് കാർബൺ കൂടുന്ന അനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും, പക്ഷേ ചെയിനിൽ ബ്രാഞ്ചിങ് വന്നാൽ ബോയിലിംഗ് പോയിന്റ് കുറയും എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ബ്രാഞ്ചിങ് വരുന്നതോടുകൂടി എന്താണ്? നമ്മുടെ ടോട്ടൽ സർഫസിൽ ഒരു സ്ട്രേറ്റ് ചെയിൻ ആൽക്കൈൻ നമ്മൾ എടുക്കുക,
4 കാർബണുള്ള സ്ട്രേറ്റ് ചെയിൻ ആൽക്കൈൻ എടുത്താലും ബ്രാഞ്ചിങ് ഉള്ള ഒരു കാർബൺ ചെയിൻ എടുത്താലും ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ബ്രാഞ്ചിങ് വരുന്നത് ഇപ്പൊ എന്താണ് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന സർഫസ് ഏരിയ കുറവാണ് അല്ലേ. ഇങ്ങനെ സർഫസ് ഏരിയ കുറയുന്നതുകൊണ്ട് എന്താണ് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് എന്താണ് വാണ്ടർവാൾസ് ഇന്ററാക്റ്റീവ് ഫോഴ്സ് എല്ലാം കുറയും. വാണ്ടർവാൾസ് ഫോഴ്സ് കുറയുമ്പോൾ എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലേ. പോയിന്റായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ കുറയുമ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറയും, അതുവഴി ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പം ബ്രാഞ്ചിങ് കൂടുന്ന അനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുമെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. Addition of HBr to propene yields 2-bromopropane. While in the presence of benzoyl peroxide, the same reaction yields 1-bromopropane. Explain the given mechanism. അപ്പോൾ നമ്മൾ പ്രൊപ്പീൻ വരയ്ക്കുന്നു. ഈ പ്രൊപ്പീനിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്താൽ 2-bromopropane ആണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ HBr ആഡ് ചെയ്യുമ്പോൾ ഇവിടെ H+1 അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് H+1 ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് CH3 CH2 രണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുള്ള പോസിബിലിറ്റി. ഇവിടെ ഒരു C+ CH3 ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് CH3 CH2 CH2+. ഇങ്ങനെ രണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടെറസറി കാർബോഹൈഡ്രേറ്റ് ആണ് സെക്കൻഡറി കാർബോഹൈഡ്രേറ്റിനേക്കാളും പിന്നെ പ്രൈമറി. ടെറസറി കിട്ടുന്ന സെക്കൻഡറി കിട്ടുന്ന പ്രൈമറി. ഇപ്പം കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ഓർഡർ പറയുന്നത് ടെറസറി ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അപ്പൊ നമുക്ക് H+ന്റെ അഡീഷനിലൂടെ രണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏത് സെക്കൻഡറിയും ഉണ്ട്, പ്രൈമറിയും. സ്റ്റെബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ആവണം കൂടുതലായിട്ടും കിട്ടുന്നത് അല്ലേ. അപ്പം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സെക്കൻഡറി ആയിരിക്കും കൂടുതൽ. അപ്പൊ അതിലേക്ക് നമ്മൾ ഇനി Br- കൂടെ വരുമ്പോൾ ഒന്ന് അറ്റാച്ച് ചെയ്താൽ നമുക്കിവിടെ ഇതായിരിക്കും, ഇല്ലെങ്കിൽ 2-bromopropane. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് പാർട്ട് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബണിനാണ്. ഈ അഡീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത് അല്ലേ. നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബണിൽ ഒന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെയുള്ള അഡീഷൻ നമ്മൾ മാർക്കോണിക്കോസ് റൂൾ വഴി ഉണ്ടാകുന്ന അഡീഷൻ പ്രൊഡക്റ്റ് നമ്മൾ വിളിക്കും. ഓക്കെ. ഇനി ബെൻസോയിൽ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ബെൻസോയിൽ പെറോക്സൈഡ് കൂടെ അതിന്റെ കൂടെ ഇടുമ്പോൾ എന്ത് പറ്റുന്നു? ഇതിനാദ്യം ഹോമോലിസിസ് നടന്ന് നമുക്ക് രണ്ട് ബെൻസൈൽ ഫ്രീ റാഡിക്കലും CO2 കിട്ടുന്നു. ഈ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ പോയി HBr ആയിട്ട് റിയാക്ട് ചെയ്യും. HBr ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ബെൻസീനും Br ഫ്രീ റാഡിക്കലും കിട്ടും. ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ കിട്ടും. ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ പോയി എന്ത് ചെയ്യുന്നു? നമ്മുടെ റിയാക്ടന്റ് ഏതാണ്? CH2 അല്ലേ. ഇതിന് ഈ ബോണ്ടിന് ഇതുമായിട്ട് പോയി റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ബോണ്ടിന് ഹോമോലിസ് നടക്കും. ഈ ബോണ്ടിന് ഹോമോലിസ് നടന്ന എന്ത് പറ്റും? നമുക്ക് രണ്ട് ഫ്രീ റാഡിക്കൽ അവിടെ ഉണ്ടാവും ഇല്ലേ. ഓക്കെ. ഒന്ന് ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കലും ഒരു പ്രൈമറി ഫ്രീ റാഡിക്കലും. അപ്പൊ നമുക്കറിയാം സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ് പ്രൈമറി ഫ്രീ റാഡിക്കലിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ എൻഡിലുള്ള കാർബണിൽ പോയി നമ്മുടെ ബ്രോമിൽ പോയി എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ വന്ന് കയറി നമുക്ക് CH2 കിട്ടും. അപ്പൊ ആ ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി വെച്ച് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഉണ്ടാവാൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ് ബെൻസോയിൽ പെറോക്സൈഡിന്റെ കേസിൽ നമുക്ക് ആന്റി മാർക്കോണിക്കോസ് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദി പ്രൊഡക്ട്സ് ഓഫ് ഓസോണോലിസിസ് ഓഫ് 1,2-dimethyl benzene. ഇതിൽ ഓർത്തോസൈലീന്റെ ഓസോണോലിസിസ് പ്രൊഡക്റ്റ് എഴുതാനാണ് പറയുന്നത്. ഹൗ ഡസ് ദി റിസൾട്ട് സപ്പോർട്ട് കെക്യൂൾ സ്ട്രക്ചർ ഫോർ ബെൻസീൻ? നമുക്ക് ഓർത്തോസൈലീന്റെ ഓസോണോലിസിസ് നടത്താം. അപ്പൊ നമുക്ക് ആദ്യം ഓർത്തോസൈലീൻ വരയ്ക്കാം. ഇനി നമ്മൾ ഓസോണോലിസിസ് നടത്തിയാൽ എവിടെയൊക്കെ ബോണ്ട് മുറിയും?
ഇവിടെ പോവും, ഇവിടെ പോവും, ഇവിടെ പോവും അല്ലേ? ഓസോളിസിസ് നടത്തിയാൽ നമുക്ക് എന്തൊക്കെ കിട്ടുക? ആ ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്തിൽ നമ്മൾ കാർബണിൽ ഗ്രൂപ്പ് കയറ്റും. ഇവിടെ CH3 C ഡബിൾ ബോണ്ടോ C ഡബിൾ ബോണ്ടോ CH3 പ്ലസ് പിന്നെ നമുക്ക് എഴുതാം ബാക്കിയുള്ളത് CHO രണ്ട് മോളിക്യൂളോ CHO ഗ്ലയോക്സൈൽ നമുക്ക് കിട്ടും അല്ലേ? ഇത് ഈ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി നമുക്ക് സ്ട്രക്ചർ വേറെ രീതിയിൽ വരയ്ക്കാമല്ലോ. ഓർത്തോസൈലിന്റെ ബോണ്ടുകളുടെ ലൊക്കേഷൻ മാറ്റി നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം അല്ലേ? ഈ കേസ് ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? ഇത് നമ്മൾ ഓസോണിൽ ചേർത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇവിടെ മുറി ഇവിടെയും മുറിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? CH3 C ഡബിൾ ബോണ്ടോ CHO ഇല്ലേ? ഇത്രയും ഭാഗം CH3 C ഡബിൾ ബോണ്ടോ CHO വന്നു. പിന്നെ പ്ലസ് CH3 C ഡബിൾ ബോണ്ടോ രണ്ടും സെയിം പ്രൊഡക്റ്റ് ഇല്ലേ? അത് തന്നെ കിട്ടും. അപ്പൊ അത് രണ്ടെണ്ണം ഉണ്ടോ? ഈ ഭാഗം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ സെയിം പ്രൊഡക്റ്റ് കിട്ടും. അത് ഈ രണ്ട് മോളിക്യൂൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഗ്ലയോക്സൈലും കിട്ടും. നമുക്ക് മൂന്ന് പ്രൊഡക്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് ബെൻസീന്റെ ഓസോണിലിസിസ് നടത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി ഈ മൂന്ന് പ്രൊഡക്റ്റും നമുക്ക് ചെയ്തും ഗ്ലയോക്സൈലും ഇതും മൂന്നും നമുക്ക് ഓസോണിലിസിസ് വഴി കിട്ടി. അപ്പൊ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ബെൻസീന് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റ് കിട്ടിയത് കൊണ്ട് ആ രണ്ട് കെമിക്കൽ സ്ട്രക്ചറും ബെൻസീന് പോസിബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ബെൻസീൻ, N-hexane and ethane in decreasing order of acidic character. ഏതൊക്കെ നമുക്ക് തന്നേക്കുന്നത്? ബെൻസീൻ തന്നിട്ടുണ്ട്, N-hexane തന്നിട്ടുണ്ട്, പിന്നെ ഈഥൈൻ തന്നിട്ടുണ്ട്. ഇതിനെല്ലാം അസിഡിക് ക്യാരക്ടറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബെൻസീനിൽ കാർബൺ ഏത് ഹൈബ്രിഡൈസ്ഡ് ആണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. N-hexaneൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈഥൈനിൽ sp ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ അസിഡിക് ക്യാരക്ടർ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അസിഡിക് ക്യാരക്ടർ ഉള്ള ആർക്കാണ്? sp ഹൈബ്രിഡൈസ്ഡ്, പിന്നെ sp2, പിന്നെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണല്ലേ? കാരണം എന്താ? s ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, അസിഡിക് ക്യാരക്ടർ കൂടും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസിൽ അസിഡിക് ക്യാരക്ടർ എഴുതാണെങ്കിൽ ആർക്കായിരിക്കും? ആദ്യം ഈഥൈൻ, പിന്നെ നമ്മുടെ ബെൻസീൻ, പിന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ നോർമൽ N-hexane. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് സ്ട്രക്ചേഴ്സ് of all the alkenes which on hydrogenation give 2-methyl butane. ഇപ്പൊ 2-methyl butane തരുന്ന ഹൈഡ്രോജനേഷൻ വഴി 2-methyl butane തരുന്ന എല്ലാ ആൽക്കീൻസിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ നമുക്ക് 2-methyl butane വരയ്ക്കാം. കാണുന്നത് 2-methyl butane. ഇവിടെ ഏതൊക്കെ ആൽക്കീൻ ഹൈഡ്രോജനേഷൻ ചെയ്താലും നമുക്ക് 2-methyl butane തരുമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, അല്ല 18ാമത്തെ, സോറി 21അല്ല, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, why does benzene undergo electrophilic substitution reactions easily and nucleophilic substitution with difficult? അപ്പൊ ബെൻസീൻ എന്തുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനേക്കാൾ റെഡിലി നടത്തുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇലക്ട്രോഫൈലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഇല്ല ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ റിച്ച് ആണല്ലേ? നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് റിംഗ് മൊത്തം കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ വന്ന് നോക്കുമ്പോൾ എന്താണ്? ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലവിംഗ് സ്പീഷീസ് ആണ്. ഇലക്ട്രോഫൈൽ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്താണ്? അത് റെഡിലി വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റർ തേടി പോകുന്ന ആൾക്കാരാണ് ന്യൂക്ലിയോഫൈൽ. അവർ വന്ന് നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ ബെൻസീൻ റിംഗ് മൊത്തം ഇലക്ട്രോൺസ് നിൽക്കുകയാണ്. അപ്പൊ എന്താണ്? ബെൻസീൻ റിംഗ് അവരെ റിപ്പൽ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനേക്കാളും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടുതൽ നടക്കാനുള്ള ചാൻസ് ബെൻസീൻ.
ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു കൺവേർട്ട് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻടു ബെൻസീൻ? ഈ തന്നേക്കുന്ന കോമ്പൗണ്ട്സ് എങ്ങനെ ബെൻസീൻ ആക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കുന്നത് ഈതൈനാണ്. ഈതൈൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്ങനെയാണ് CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ, 3 മോളിക്യൂള് ഈതൈൻ. നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തി വിട്ടാൽ അറ്റ് 873 കെൽവിൻ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എങ്ങനെ ഈ ബോണ്ടുകൾ ഷിഫ്റ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ബെൻസീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആലിഫാറ്റിക് കോമ്പൗണ്ട്സിനെ ആരോമാറ്റിക് ആക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും പ്രോസസ് ഇതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈതൈനെ നമ്മൾ ബെൻസീൻ. ഇനി രണ്ടാമത് തന്നേക്കുന്ന കോമ്പൗണ്ട് എന്താണ്? ഈത്തീനാണ്. അപ്പൊ ഈതീനെ നമുക്ക് ബെൻസീൻ ആക്കണമെങ്കിൽ ഉള്ള വഴി എന്താണ്? ആദ്യം അതിനെ നമുക്ക് എന്താണ് ഈതൈൻ ആക്കുക. ഈതൈനെ നമുക്ക് ഇതേപോലെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തി വിട്ടാൽ നമുക്ക് ബെൻസീൻ ആക്കാം. അപ്പൊ ഈതീനെ നമുക്ക് ആദ്യം ഈതൈൻ ആക്കണമെങ്കിൽ ഇതിനുള്ള വഴി എന്താണ്? നമുക്കറിയാം ഈതൈന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിസിനൽ ഡൈഹാലൈറ്റ്സ് നമ്മൾ ആൽക്കഹോളിക് AOH ആൻഡ് സോഡമൈഡ് ഇത് റിയാക്ട് ചെയ്താൽ നമുക്ക് ആൽക്കൈൻ ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ആൽക്കീന വിസിനൽ ഡൈഹാലൈഡ് ആക്കണം അല്ലേ. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് ആക്കണമെങ്കിൽ എന്ത് വെച്ച് റിയാക്ട് ചെയ്യണം? ബ്രോമിൻ CCl4 റിയാക്ട് ചെയ്താൽ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. അല്ലേ, ഈ വിസിനൽ ഡൈഹാലൈഡ് നമ്മൾ എന്ത് വെച്ച് റിയാക്ട്? ആൽക്കഹോളിക് AOH പ്ലസ് സോഡമൈഡ് അല്ലേ. റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? നമുക്ക് ഇതിനെ ആൽക്കൈനാക്കി മാറ്റാം. ആൽക്കൈൻ ആയിക്കഴിഞ്ഞാൽ എന്താ? നമുക്ക് 3 മോളിക്യൂൾ ആയ ആൽക്കൈനെ നമ്മൾ അല്ലെങ്കിൽ ഈതൈനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തി വിട്ടാൽ 873 കെൽവിൻ നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസീൻ കിട്ടും. ഓക്കെ, നമ്മൾ ഈതൈനെയും ഈതീനെയും നമ്മൾ ബെൻസീൻ ആക്കി. അടുത്ത മൂന്നാമത്തെ നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് ഹെക്സേനാണ്. ഹെക്സേനെ നമുക്ക് ബെൻസീൻ ആക്കണം. ഇത് നമ്മളോട് പഠിച്ചിട്ടുള്ള റിയാക്ഷൻ, ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ. ഹെക്സേനെ നമുക്ക് എങ്ങനെ ബെൻസീൻ ആക്കാം പറഞ്ഞിരുന്നു. ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ലേ, ഏതൊക്കെ? അല്ലെങ്കിൽ Cr2O3 അല്ലെങ്കിൽ MO2 മോളിബ്ഡനം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരോമാറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സൈക്ലോഹെക്സീനെ ഡയറക്റ്റ്ലി നമുക്ക് ബെൻസീൻ ആക്കി മാറ്റാം. ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ വഴി നമുക്ക് ബെൻസീൻ ആക്കി മാറ്റാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമ്മൾ 2-methyl butane ഹൈഡ്രോജനേഷൻ വഴി തരുന്ന എല്ലാ ആൽക്കീൻസും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നമുക്ക് 2-methyl butane വരച്ചാൽ ഹൈഡ്രോജനേഷൻ വഴി ഇത് തരുന്ന എല്ലാ ആൽക്കീൻസും നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഡബിൾ ബോണ്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഒന്നാമത്തത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരാം അല്ലേ. 2 ഇവിടെ ഡബിൾ ബോണ്ട് തരാം. 3 ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നതും ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നതും ഒരേപോലുള്ള പൊസിഷൻ അല്ലേ. ഇവ രണ്ട് ഐഡന്റിക്കൽ പൊസിഷൻ ആയതുകൊണ്ട് അവിടെ നമുക്ക് വേണം. ഇങ്ങനെയുള്ള 3 ആൽക്കീനുകൾ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH3 CH2 CH3 തരാം. ഇത് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ആൽക്കീൻ. രണ്ടാമത്തെ ആൽക്കീനിൽ CH3 C ഡബിൾ ബോണ്ട് CH3 CH3 രണ്ടാമത്തെ ആൽക്കീൻ. മൂന്നാമത്തെ ആൽക്കീനിൽ CH3 CH3 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH. ഇങ്ങനെയുള്ള 3 ആൽക്കീൻസ് നമുക്ക് ഹൈഡ്രോജനേഷൻ വഴി നമുക്ക് ഇത് തന്നെ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക, അല്ലെങ്കിൽ 2-methyl butane പ്രൊഡക്റ്റ് കിട്ടും. ഇതിന് 3നെ നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തും. ഓക്കെ,
22ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ഫോളോയിങ് സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഡിക്രീസിംഗ് റിലേറ്റീവ് റിയാക്ടിവിറ്റി വിത്ത് ആൻ ഇലക്ട്രോഫൈൽ. ഒരു ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലെവൻ സ്പീസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഓൾറെഡി കുറവുള്ള ഒരാളായിരിക്കും. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാൻ പോകുന്ന ആളുമായിട്ട് എന്താണ്, അയാൾക്ക് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആരാണ്? ആദ്യം തന്നേക്കുന്ന ക്ലോറോ ബെൻസീൻ ആണ്. രണ്ടാമത് 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ. മൂന്നാമത് പാരനൈട്രോ ക്ലോറോ. അപ്പൊ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് തന്നേക്കുന്നത് ക്ലോറോ ബെൻസീൻ അല്ലേ? ക്ലോറോ ബെൻസീൻ വായിക്കാണ്. രണ്ടാമത് തന്നേക്കുന്നത് ക്ലോറോ ബെൻസീൻ ആണ്. അടുത്ത് 2-4 ക്വസ്റ്റ്യനിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്. ഇത് രണ്ടാമത്തെ തന്നേക്കുന്ന. മൂന്നാമത്തെ പാരനൈട്രോ ക്ലോറോ. അതെ, അങ്ങനെ 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ ആരുമായിട്ടായിരിക്കും ഒരു ഇലക്ട്രോഫൈൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും? നമുക്കറിയാം ഇലക്ട്രോഫൈൽ റിയാക്ട് ചെയ്യുന്ന സ്ഥലം എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പൊ നമുക്കറിയാം ക്ലോറിൻ എന്ന് പറയുന്നത് റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. NO2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ക്ലോറിന് ഒരു മൈനസ് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് എന്താണ്, അല്ലെങ്കിൽ പ്ലസ് ആർ എഫക്റ്റ് ആണ് അതിനകത്ത് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം NO2 ഗ്രൂപ്പ് കൂടുന്നതനുസരിച്ച് എന്താണ്, റിങ്ങിലുള്ള ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി കുറയും. അപ്പൊ NO2 ഗ്രൂപ്പ് ഏറ്റവും കൂടുതലുള്ളതായിരിക്കും റിംഗ് ഡെൻസിറ്റി, റിംഗിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോഫൈലായിട്ട് ഏറ്റവും റിയാക്ട് ചെയ്യാൻ. പിന്നെ രണ്ടാമത് ചാൻസ് ഉള്ളത് പാരനൈട്രോ ക്ലോറോ ബെൻസീനും. ഏറ്റവും റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ക്ലോറോ ബെൻസീൻ. ഇപ്പൊ ഓർഡർ പറയുകയാണെങ്കിൽ ക്ലോറോ ബെൻസീൻ കഴിഞ്ഞ് പിന്നെ പാരനൈട്രോ ക്ലോറോ ബെൻസീൻ, പിന്നെ മൂന്നാമത് 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ. ഓക്കെ, അടുത്തതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന 3 കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ടൊലുയിൻ. ആദ്യം ടൊലുയിൻ തന്നിട്ടുണ്ട്. അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, നമുക്കറിയാം. പിന്നെ പാരനൈട്രോ ടൊലുയിൻ. തന്നിട്ടുണ്ട്. മൂന്നാമത് 1,4 ഡൈനൈട്രോ ബെൻസീൻ. ഇവിടെയും അതേ ലോജിക്കാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന കുറയും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു റിയാക്ട് ചെയ്യാൻ പോകുന്നത് ടൊലുവിനാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, വിഡ്രോയിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും ഇല്ല. രണ്ടാമത് ഇവിടെ പാരനൈട്രോ ടൊലുവിൻ. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ മൂന്നാമത് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി കാണിക്കാൻ പോകുന്നത് 1,4 ഡൈനൈട്രോ ബെൻസീൻ. ഓക്കെ, കാരണം അവിടെ 2 NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഇലക്ട്രോൺ ഡെൻസിറ്റി അത്രയും കുറവാണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ബെൻസീൻ, മെറ്റാഡൈനൈട്രോബെൻസീൻ ആൻഡ് ടൊലുവിൻ, which will undergo nitration most easily and why? അപ്പൊ നമുക്ക് 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ബെൻസീനും മെറ്റാഡൈനൈട്രോബെൻസീനും ടൊലുവിനും. വെറും ബെൻസീൻ, പിന്നെ മെറ്റാഡൈനൈട്രോബെൻസീൻ, ടൊലുവിൻ. ഇതിൽ ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് നൈട്രേഷൻ നടക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം നൈട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ അല്ലേ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ റിംഗിൽ ഏറ്റവും ഇലക്ട്രോൺ ഡെൻസിറ്റി തരുന്ന ആളാണ് അവിടെ ആയിരിക്കും എന്ത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ പോകും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി തരുന്ന ആരാണ്? ടൊലുവിനാണ്. കാരണം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ടൊലുവിന് കൊടുക്കാം, രണ്ടാമത് ബെൻസീൻ കൊടുക്കാം, മൂന്നാമത് മെറ്റാഡൈനൈട്രോ ബെൻസീന് കൊടുക്കാം അല്ലേ? കാരണം അവിടെ 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോൺ ബെൻസീൻ റിംഗിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അത്രയും കുറവായിരിക്കും. അപ്പൊ ഏറ്റവും പെട്ടെന്ന് തരാൻ പോകുന്നത് നമ്മുടെ ടൊലുവിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Suggest the name of a Lewis acid other than anhydrous aluminum chloride which can be used during ethylation of benzene. ഇപ്പൊ ബെൻസീന്റെ ഇഥൈലേഷൻ നടത്തുന്ന സമയത്ത് അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ലൂയിസ് ആസിഡ് എന്ന് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് നമ്മൾ അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, ഓക്കെ, അതുണ്ട്. അതല്ലാണ്ട് ഏതൊക്കെയുണ്ട്? FeCl3 ഉണ്ട്, SnCl4 ഉണ്ട്, ഇതിൽ BF3. ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം ലൂയിസ് ആസിഡുകളാണ്.
ഇവരെല്ലാം നമുക്ക് ഏകദേശം റിയാക്ഷനിൽ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഈസ് വുഡ്സ് റിയാക്ഷൻ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം? അപ്പം വുഡ്സ് റിയാക്ഷൻ ഓഡ് നമ്പർ ഓഫ് ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആൾക്കാർ ഈതേന്റെ വുഡ്സ് റിയാക്ഷൻ വഴി ഈതേന്റെ പ്രിപ്പറേഷൻ നോക്കാം അല്ലേ. ഈതേന്റെ എങ്ങനെയാണ്? 2 ബ്രോമോമീഥേൻ ഇല്ലേ, ഇതും 2 സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യും പ്രസൻസ് ഓഫ് ഡ്രൈ ഈതൻ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ 2 മോളിക്യൂള് Br സോഡിയം ബ്രോമൈഡ് എലിമിനേറ്റ് ആയിക്കൊണ്ട് നമുക്ക് CH3 തരും. ഇതാണ് വുഡ്സ് റിയാക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, നോക്കുക നമ്മളിനി എത്ര കാർബൺ ഓഡ് നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് എന്താണ് കാർബൺ ആറ്റം ഉള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്താലും നമുക്ക് അവസാനം കിട്ടുന്ന മോളിക്യൂളിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കാണും. കാരണം ഓഡ് നമ്പർ 2 കൂട്ടിയാൽ നമുക്ക് ഈവൻ കിട്ടും, ഈവൻ നമ്പർ 2 കൂട്ടിയാൽ നമുക്ക് ഓഡ് കിട്ടും അല്ലേ. ചെയിൻ ഡബിളിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ ഓഫ് എന്താണ് കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കൈന്റെ പ്രിപ്പറേഷന് നമുക്ക് വുഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ചാൽ എന്താണ് നമുക്ക് വേറെ വേറെ ആൽക്കൈൽ ഹാലൈഡ് എടുക്കേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്ന് CH3Br എടുക്കാം. ഇല്ല, നമുക്ക് പ്രൊപ്പൈൻ ആണ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ഒന്ന് CH3Br എടുക്കണം നമ്മൾ, അതിന്റെ കൂടെ ഒന്ന് വേറെ എടുക്കണം, ഈഥേൻ ഇല്ലേ, ഈഥൈൽ ഹാലൈഡ്. അപ്പൊ ഇതെടുത്ത് എന്ത് പറ്റും? നമ്മുടെ 2 സോഡിയം ബ്രോമൈഡ് എലിമിനേറ്റ് ആയി പോകും. ഡ്രൈ ഈഥറിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ വയ്ക്കാം. അപ്പൊ നമുക്ക് CH3 CH2 CH3 കിട്ടും, അതിന്റെ കൂടെ Br കിട്ടും. അപ്പൊ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ഉണ്ടാക്കി. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കാത്തത്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുന്നത് ഈ ഒരു ആൽക്കൈൻ മാത്രമല്ല, അതിന്റെ കൂടെ എന്തൊക്കെ സംഭവിക്കാം? ഈ CH3Br വേറൊരു CH3Br റിയാക്ട് ചെയ്ത് നമുക്ക് CH3 ഈഥൈൻ തരാം അല്ലേ. അതിന്റെ കൂടെ തന്നെ 2 ബ്രോമോ ഈഥൈൻ എന്താണ് 2 ബ്രോമോ ഈഥൈൻ കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ബ്യൂട്ടൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ബൈ പ്രൊഡക്ട്സും ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് 2 ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ വഴി നടത്തിയാൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് വേണ്ട. നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം റിയാക്ഷൻ നടത്താൻ. അപ്പൊ ആ മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിലെ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ തൽക്കാലം പ്രൊഡക്ഷൻ നിർത്താണ്. താങ്ക് യു.